മാരീഡ് ആയ പെൺകുട്ടി യഥാർത്ഥത്തിൽ ഹസ്ബൻഡിനെ വഞ്ചിച്ചു, കാമുകനെ പറ്റിച്ചു. ആദ്യം പ്രാസ ഒപ്പിച്ച് പറയാം, ഇത് റേപ്പ് അല്ല, ഒരു കോപ്പാണ്. ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡാണ് യഥാർത്ഥത്തിൽ ഇര. ആ ഇരയുടെ ശബ്ദം ഒന്നും മാധ്യമങ്ങൾ കേൾക്കില്ല, കാര്യം അവൻ ആണായിപ്പോയി. സത്യമാണ് പ്രധാനം. രാഹുലിന് വേണ്ടി വീഡിയോ ചെയ്യുന്ന നിർത്തണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു ഇനിയും ചെയ്യുമെന്ന്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 5 വർഷക്കാലമായി ഇവിടെ ഒരു സർക്കാരുണ്ടായിരുന്നു. 64 ഉപവകുപ്പ് 2 നിരന്തരം പീഡിപ്പിക്കൽ, ഉപവകുപ്പ് F പീഡനം ഉപദ്രവം, ഉപവകുപ്പ് H അധികാരം ഉപയോഗിച്ച് പീഡിപ്പിക്കൽ, ഉപവകുപ്പ് M തുടർച്ചയായ ഒരു സ്ത്രീയെ പീഡിപ്പിക്കൽ. പിന്നീട് BNS-ലെ 89-ാം വകുപ്പ് ഗർഭഛിദ്രം, അതിന്റെ ഭീഷണിപ്പെടുത്തിയുള്ള ഗർഭഛിദ്രം, 31-ാം വകുപ്പ് 316-ാം വകുപ്പ് വിശ്വാസവഞ്ചന, പിന്നീട് IT ആക്ടിലെ 68E. വകുപ്പുകൾ വ്യക്തമായല്ലോ. കഴിഞ്ഞ ദിവസം വകുപ്പുകൾ എന്താണെന്ന് അറിയില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ വകുപ്പുകളുണ്ട്. കേസിന്റെ സ്വഭാവവും മനസ്സിലായി. രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയും അതിലെ വിവരങ്ങളും മുന്നിലുണ്ട്. ഇനി ന്യായീകരിക്കുന്നുണ്ടോ? ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ശ്രീ മുഹമ്മദ് റാഷിദ്, ഈ നാട്ടിൽ നമുക്ക് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞ് ബന്ധപ്പെടുന്നതിനെ ബലാത്സംഗം എന്നാണ് വിളിക്കുന്നതെന്ന് എനിക്ക് പുതിയൊരു അറിവായിരുന്നു. അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. മാർച്ച് മാസം മുഴുവൻ നമുക്ക് കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യാം. ഐ വാണ്ട് ടു മേക്ക് യു പ്രഗ്നന്റ്, പിൽസ് വേണോ എന്ന് പെൺകുട്ടി ചോദിക്കുന്നു, വേണ്ടാന്ന് പറയുന്നു. അത് കഴിഞ്ഞ് മാർച്ച് മാസം കുഞ്ഞിനെ ട്രൈ ചെയ്ത് മാർച്ച് മാസത്തിൽ 3 തവണയോളം ബന്ധപ്പെട്ടതായി നമുക്ക് അതിൽ നിന്ന് കാണാൻ കഴിയും. ജാബ് വളരെ സിമ്പിൾ ആണ്, പവർഫുൾ. ആ കുഞ്ഞിന് വേണ്ടി ബന്ധപ്പെടുന്നതിനെ റേപ്പ് എന്നാണോ നമ്മൾ വിളിക്കുന്നത്? 2, ഇന്നലെ എനിക്ക് താങ്കളുടെ ചർച്ചയിൽ വരാൻ പറ്റാത്തതുകൊണ്ട് അഡ്വക്കേറ്റ് ദീപ, അതിനകത്തൊരു കാര്യമുണ്ട്. അതായത് അത് റേപ്പാണോ അല്ലയോ എന്നുള്ളത് കോടതിക്ക് വിടാം. പക്ഷേ ഈ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഇപ്പൊ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR-നകത്തെ വകുപ്പുകൾ അതൊരു MLA നേരിടുന്നത് ഗുരുതരമായ വകുപ്പുകളാണ്. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അതിനകത്ത് ഒരൊറ്റ കാര്യം നേരത്തെ ഇവിടെ താങ്കൾ വരുന്നതിന് മുമ്പ് അരുൺകുമാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇതെല്ലാം കൺസെന്റോട് കൂടി എന്ന് പറഞ്ഞു വെക്കുന്നതിനപ്പുറത്തേക്ക് പുറത്തു വന്ന ഡിജിറ്റൽ തെളിവുകളെ അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. അതിനൊന്നും ഇല്ലേ? അങ്ങനെ തുടങ്ങി ഒരു കാര്യത്തെയും രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചിട്ടില്ല. മറുപടി പറഞ്ഞോട്ടെ. ആദ്യം പ്രാസ ഒപ്പിച്ച് പറയാം, ഇത് റേപ്പ് അല്ല, ഒരു കോപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ കേസ് ആത്യന്തികമായി ഒരു കോടതിയിലും നിലനിൽക്കില്ല എന്ന് നിയമത്തിന്റെ ബാലപാഠങ്ങൾ അറിയുന്നവർക്കറിയാം. കേരള ഹൈക്കോടതി വിധി, പഞ്ചാബ് ഹൈക്കോടതി വിധി പ്രകാരം ഓൾറെഡി കല്യാണത്തിലുള്ള ഒരാളെ മാരേജിന് വേണ്ടി അല്ലെങ്കിൽ പ്രോമിസ് ഓഫ് മാരേജ് കൊടുത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തു എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കില്ലെന്ന് പല കേസുകളിലായി പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം കേരളത്തിലെ പ്രസിദ്ധമായ കേസാണ് വിജയബാബു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. 2, അതല്ല, ഈ ഭീഷണിപ്പെടുത്തിയാണോ ഈ പെൺകുട്ടി സ്വയമല്ലേ ആ മരുന്ന് കഴിച്ചത്? എവിടൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്ന നടന്നുണ്ട്. ഇനി ഇന്നലെ വരെ ആൾക്കാർ പറഞ്ഞിരുന്നത് ഭീഷണിപ്പെടുത്തി ഗർഭം ഉണ്ടാക്കിയെന്നാണ്, നിർബന്ധിച്ച് ഗർഭം ഉണ്ടാക്കിയെന്നാണ്. ഈ പെൺകുട്ടി സ്വമേധയാ കൺസെന്റോടുകൂടിയല്ലേ രാഹുലിലേക്ക് വന്നത്. അങ്ങനെ സംഭവിച്ചു കാണൂ. ഇനി തീർന്നില്ല. ഞാൻ ഇന്നലെ കേരളത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞതുപോലെ ഇന്ന് ആർക്ക് സംശയമില്ലല്ലോ, ആ പെൺകുട്ടി മാരീഡാണ്. മാരീഡ് ആയ പെൺകുട്ടി യഥാർത്ഥത്തിൽ ഹസ്ബൻഡിനെ വഞ്ചിച്ചു, കാമുകനെ പറ്റിച്ചു. ഒരു കാര്യം ഷുവറാണ്, അവൾ നമ്മളെക്കാട്ടിലും ഫ്രോഡാണ്. പക്ഷേ ഹസ്ബൻഡിനെ വഞ്ചിച്ചു ആ കുട്ടി. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങോട്ട് ബന്ധപ്പെടുന്നു. ഫേസ്ബുക്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കുട്ടിക്ക് മെസ്സേജ് അയച്ചതല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ കുട്ടി അങ്ങോട്ട് ബന്ധപ്പെടുന്നു, സൗഹൃദം സ്ഥാപിക്കുന്നു. അതിനുശേഷമാണ് ഇവരുടെ ബന്ധം ഈ രീതിയിൽ കൺസെന്റോടുകൂടി ഉണ്ടാവുന്നത്. കൺസെന്റോടെ സെക്സ് ചെയ്യുന്നതിനെ റേപ്പ് എന്നാണോ സാർ നമ്മുടെ നാട്ടിൽ വിളിക്കുന്നത്? ആരെയാണ് ഈ പറ്റിക്കുന്നത്? 2, ഇനി പെൺകുട്ടി അടുത്തത് വ്യാജ ആരോപണങ്ങളുടെ പെരുമഴയാണ്. നഗ്ന ചിത്രം എടുത്തു ഭീഷണിപ്പെടുത്തി എന്നാണ്. നഗ്ന ചിത്രമെടുത്ത് റേപ്പ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുട്ടിയെ വേണമെന്ന് പറഞ്ഞാണോ ഈ കുട്ടി പൊട്ടിക്കരഞ്ഞത്? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ആരെങ്കിലും ഈ കള്ളത്തരങ്ങൾ വിശ്വസിക്കുമോ? യുവതിയുടെ വന്ന വിവരങ്ങളും FIR-ലും കാര്യങ്ങൾ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. മാർച്ച് 17-ന് പീഡനം ആവർത്തിച്ചു. മാർച്ച് 4-നായിരുന്നു ആദ്യത്തേത്. അതിന്റെ കാരണം എന്താ? ലില്ലി കോംബോ ഓഫർ കൊടുക്കും. മാർച്ച് 17-ാം തീയതി മൊബൈലിൽ ചിത്രീകരിച്ച് ബന്ധം പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. പിന്നീടാണ് ഗർഭിണിയാണെന്ന് അറിയുന്നത്. ഇത് അറിഞ്ഞിട്ടും ഗർഭാവസ്ഥയിലിരിക്കുകയും ഈ കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട്. ഞാൻ ഒന്ന് പറയട്ടെ. 22-ാം തീയതി ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിച്ചു. മുഹമ്മദ് റാഷിദ്, ഒരു സെക്കൻഡ്. ഈ മാർച്ച് 4, 17 താങ്കൾ ശരിയായി പറഞ്ഞതുപോലെ ഇതിനെക്കുറിച്ച് ലൈംഗികതയുടെ പ്ലാനിംഗ് അല്ലേ ആ കുട്ടി ഇന്നലെ പുറത്തുവിട്ട ചാറ്റിൽ നമ്മൾ കണ്ടത്? ഇന്നലെ ആ കുട്ടി പുറത്തുവിട്ട ചാറ്റിൽ മാർച്ച് മാസം മുഴുവൻ നമുക്ക് ട്രൈ ചെയ്യാം താങ്കൾ കണ്ടതല്ലേ? അപ്പോൾ അല്ലേ ഈ പെൺകുട്ടി ചോദിക്കുന്നത് പിൽസ് വേണോന്ന്? അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ പിൽസ് വേണ്ട, നമുക്ക് കുഞ്ഞു വേണം എന്ന്. ഒന്നും നോക്കാനില്ല, ഇത് അത് തന്നെ. അപ്പോ മാർച്ച് മാസം ആണും പെണ്ണും ഒരുമിച്ച് പ്ലാൻ ചെയ്ത് ലൈംഗികതയിൽ ഏർപ്പെടുന്നതിനെ തിരിഞ്ഞു നിന്ന് റേപ്പ് എന്നാണോ ഈ നാട്ടിൽ വിളിക്കുന്നത്? എന്നെ കഷ്ടല്ലേ.
കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഞാൻ വീണ്ടും പറയുന്നു, ഈ കേസിൽ ഇത് നടന്നത് പറയുന്ന ലൈംഗിക പീഡനമാണോ റേപ്പാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നമുക്കല്ല. ആ ഫോറം കോടതിക്ക് വിടുക. പക്ഷേ ഒരു MLA നേരിടുന്ന ആരോപണങ്ങളിലെ ഗുരുതര സ്വഭാവത്തെ കുറിച്ചാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. ഇനി ഒരു കാര്യം കൂടെ, MLA കുഞ്ഞ് വേണമെന്നല്ലേ പറഞ്ഞ പോട്ടെ. ഇനി രണ്ട് കോൺഗ്രസ്സുകാർ ഡിഫെൻഡ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശ്രീ അനൂപിനെ വലിയ ഇഷ്ടമാണ്, ബഹുമാനമാണ്. ഞാനും അദ്ദേഹവും ശ്രീനാരായണീയരാണ്. അദ്ദേഹത്തോട് ആദരവോടെ വെച്ചിട്ട് പറയുകയാണ്, ഉമ്മൻചാണ്ടി സാറിന് പ്രശ്നം വന്നപ്പോൾ കോൺഗ്രസ്സുകാർ ആരെങ്കിലും ഡിഫെൻഡ് ചെയ്തു? അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല. സാക്ഷാൽ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രിയെ കള്ള പരാതിയിൽ സരിത കുടുക്കി വർഷങ്ങളോളം വേട്ടയാടി. നമുക്ക് എല്ലാ സരിത പറയുന്ന കള്ളമാണെന്നറിയായിരുന്നു. CPM സഹയാത്രികനായ മാധവൻകുട്ടി സാർ, ദേശാഭിമാനിയുടെ എഡിറ്ററായ മാധവൻകുട്ടി എന്ന സഖാവ് പറയുകയുണ്ടായി, എനിക്ക് അന്ന് ഉമ്മൻചാണ്ടിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാനൊരു സ്ഥാനത്തിരിക്കുകയായിരുന്നു. അതേ കള്ളം ഒറ്റ വരി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒറ്റ വരി അല്ല, രണ്ടാം ഉമ്മൻചാണ്ടിയായി മാറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അന്ന് ഉമ്മൻചാണ്ടിയെ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. ഇന്നും തെരുവിലേക്ക് ഇറങ്ങി ചോദിച്ചാൽ ഏറ്റവും പ്രധാന പോപ്പുലർ MLA രാഹുൽ മാങ്കൂട്ടത്തിലാണ്. കാരണം കേരള ജനതയ്ക്ക് അറിയാം ആ ചെറുപ്പക്കാരനെ നശിപ്പിക്കാൻ നോക്കുകയാണെന്ന്, വട്ടമിട്ട് അയാളെ അറ്റാക്ക് ചെയ്യുകയാണെന്ന് കേരള ജനതയ്ക്ക് അറിയാം. 100% ഞാൻ യോജിക്കുന്നു. എനിക്ക് രാഹുലിനോട് ഒരു സൗഹൃദവുമില്ല, ഞങ്ങൾ അടികൂടിയിട്ടേ ഉള്ളൂ ടിവിയിൽ. പക്ഷേ മലയാളിയുടെ നന്മയാണ് രാഹുലിനെ ചേർത്ത് പിടിക്കുന്നത്. രാഹുലിനെ വട്ടമിട്ട് ആക്രമിച്ചില്ലാതാക്കാൻ നോക്കുകയാണെന്ന് സാധാരണ മലയാളി തിരിച്ചറിയുന്നതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ താങ്കൾ ഇന്നലെ പറഞ്ഞതിൽ നിന്ന് ഇന്ന് രാഹുലിന്റെ ജാമ്യാപേക്ഷ വായിക്കുമ്പോൾ എനിക്ക് കോൺട്രാഡിക്ടറി ആയി തോന്നുന്ന ഒരു കാര്യമാണ്. ഈ പെൺകുട്ടി വിവാഹിതയാണ് എന്ന് രാഹുലിന് അറിയില്ലായിരുന്നു എന്ന വിധത്തിൽ താങ്കളുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെയുള്ള വീഡിയോയിലും മാധ്യമ ചർച്ചകളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് തെറ്റാണെന്ന് ഇന്ന് ബോധ്യപ്പെടുന്നുണ്ടോ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വായിക്കുമ്പോൾ? താങ്കൾ ആ 3-ാം പാരാഗ്രാഫിലെ ആദ്യ വരി ഒഴിച്ച് ബാക്കിയെല്ലാം വായിക്കുന്നതുകൊണ്ടാണ്. ആ ആദ്യ വരി ഞാൻ വായിക്കാം. The victim contacted the petitioner, അഥവാ രാഹുൽ മാങ്കൂട്ടത്തിൽ through Facebook and made a friendship with the petitioner. അതായത് ആദ്യം പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ബന്ധപ്പെടുത്ത് സൗഹൃദമുണ്ടായി, അതിനുശേഷമല്ലേ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നുള്ളൂ. അപ്പം കല്യാണമാണെന്ന് പറഞ്ഞല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതൊന്നും അറിയാത്തതല്ല എന്ന് രാഹുൽ തന്നെ പറയുന്നതല്ലേ ഈ കാണുന്നത്? അല്ല സാർ, ആദ്യം സൗഹൃദമായിരുന്നു, പിന്നീടാണ് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത്. ഈ പെൺകുട്ടിയുടെ ഫേസ്ബുക്കിൽ നടക്കുമ്പോൾ ഈ പെൺകുട്ടി കല്യാണം അടക്കമുള്ള എല്ലാ ഫോട്ടോയും ഡിലീറ്റ് ചെയ്തു, പയ്യന്റെ അമ്മയോട് വയ്ക്കുന്ന കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്തു. പെണ്ണോന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നലെ ഈ പയ്യനോട്, ചെറുപ്പക്കാരനോട്, വളരെ മാന്യനായ ചെറുപ്പക്കാരൻ, ഈ പെൺകുട്ടിയുടെ ഭർത്താവിനോട് സംസാരിച്ചിരുന്നു. ഇപ്പോഴും ഒരു ഡിവോഴ്സ്ഡ് അല്ല. നല്ല മിടുക്കിയാണ്. ഞാൻ ആ പയ്യനോട് സംസാരിച്ചിരുന്നു. എനിക്ക് ബഹുമാനം തോന്നിയ മാന്യതയുള്ള ചെറുപ്പക്കാരൻ. യഥാർത്ഥത്തിൽ അവനാണ് ഇര. ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡാണ് യഥാർത്ഥത്തിൽ ഇര. ആ ഇരയുടെ ശബ്ദം ഒന്നും മാധ്യമങ്ങൾ കേൾക്കില്ല, കാര്യം അവൻ ആണായിപ്പോയി. യഥാർത്ഥത്തിൽ ആ ഭർത്താവിനെ വഞ്ചിച്ച കുട്ടി കൂടിയാണിത്. ഈ വിധത്തിൽ താങ്കൾ ന്യായീകരിച്ചു പോകുന്നുണ്ട് ദിവസങ്ങളായി. എന്റെ വീട്ടിലെ CCTV വിഷ്വൽസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ഒരു നോട്ടീസും എനിക്ക് തന്നിട്ടില്ല, പച്ച കള്ളം പറയുക. രണ്ട്, നിങ്ങൾ നോക്കണേ, വേറൊരാളല്ലേ ഫോട്ടോ ഇട്ടു, ഞാനാണോ ഫോട്ടോ ഇട്ടു? ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത് ഈ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് വരെ കൈവിട്ട് ഈശ്വര കൈവിടുന്നുണ്ട്. സത്യമാണ് പ്രധാനം. രാഹുലിന് വേണ്ടി വീഡിയോ ചെയ്യുന്ന നിർത്തണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു ഇനിയും ചെയ്യുമെന്ന്. നല്ല ഉശിര് അല്ലേ? എന്നു തീരും എന്റെ കഷ്ടം ഇന്നി മണ്ണിലേ.